നമസ്കാരം. ഗാസ സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ മധ്യപൗരസ്ത്യ പ്രദേശത്ത്, പ്രത്യേകിച്ചും ഇറാന്റെ ഭാഗത്ത് ഇപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ, ഈ ഒരു പ്രക്രിയയിൽ സാന്നിധ്യമില്ലാതെ പോയ ഒരു രാജ്യമാണല്ലോ ഇറാൻ. അറബ് രാജ്യങ്ങളെല്ലാം ഒന്നു ചേർന്ന് ഒരുപക്ഷെ ഖത്തറിനെയും ഈജിപ്തിനെയും ചുമതല ഏൽപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് ഈജിപ്തും ഖത്തറുമാണ്. അമേരിക്കയുടെ പിന്തുണ ഉറപ്പായും ഉണ്ടായിരുന്നു, ആക്റ്റീവ് പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഇസ്രയേലും ഹമസിനെ ഒരുമിച്ച് കൊണ്ടുവന്നു, എന്നിട്ട് ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. ആ തീരുമാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതേക്കുറിച്ചല്ല വീഡിയോ. ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന് വന്നു ഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ എങ്ങനെയാണ് ഒന്ന് നോക്കിക്കാണുക. നമുക്കറിയാമല്ലോ, ഇറാനാണ് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയും അതുപോലെ സിറിയയിലെയും ഇറാഖിലെയും ഷിയ മിലിഷ്യകളെയും എല്ലാം ഇസ്രയേലിനെതിരെ ഒരു സംയുക്ത മുന്നണി എന്ന നിലയിൽ ഒരുക്കി നിർത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ പലസ്തീനിയൻ വിഷയം, ഗാസയുടെ ഉൾപ്പെടെയുള്ള വിഷയം എന്ന് പറയുന്നത് തികച്ചും അറബിയും യഹൂദനും തമ്മിലുള്ള വിഷയമാണ്. അറബി രാജ്യമല്ലാത്ത, അറബി മേഖലയ്ക്ക് പുറത്തുള്ള, എന്നാൽ ഇസ്ലാമിക രാജ്യമായ ഷിയ രാജ്യമായ ഇറാന് എന്താണ് അതിൽ വലിയ കാര്യം എന്ന് പലരും ചോദിക്കും. യഥാർത്ഥത്തിൽ അറബി ലോകത്തിന് സൗദി അറേബ്യയും സിറിയയും ഇറാഖും അതുപോലെ ഈജിപ്തും ലെബനനും എല്ലാം ജോർദാനും ഒക്കെ അടങ്ങുന്ന അറബി രാജ്യങ്ങൾക്ക് കഴിയാതെ പോയത് ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു എന്ന രൂപത്തിൽ ഹമാസിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഇസ്രയേലിനെതിരെ ഘോരമായി പോരടിച്ചു നിൽക്കാൻ സഹായിച്ചത് ഇറാനാണ്. അപ്പോൾ അതിന് ഇറാൻ ഒരുപക്ഷെ ഒരു സിവിലൈസേഷണൽ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ സിവിലൈസേഷണൽ ആന്റി അമേരിക്കനിസം ആൻഡ് ആന്റി ജുഡൈസം, ഈ രണ്ട് ചിന്തകൾ ഒരുപക്ഷെ ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെയും അയത്തുള്ള അലി ഖൊമേനിയും സ്വാധീനിച്ചിട്ടുണ്ടാകാം. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ശരികൾ. പക്ഷേ ഇപ്പോൾ ഇറാൻ ആ മേഖലയിലെ സ്വാധീനം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന അന്വേഷണമാണ് ഈ വാക്കുകൾ. ഇറാന്റെ എക്കാലത്തെയും വലിയ ശക്തി എന്ന് പറയുന്നത് ഇറാന്റെ ആ പ്രദേശത്തെ പങ്കാളികളാണ്. മുൻകാലങ്ങളിൽ 80കളിൽ 10 വർഷം നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം സദ്ദാം ഹുസൈൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. അതിന് മുൻപുള്ള സമയത്തും ഇറാഖുമായി സുഖത്തിലായിരുന്നില്ല. സദ്ദാം ഹുസൈൻ സുന്നിയായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇറാഖ് ഒരു സുന്നി രാജ്യമാണ്. അല്ല, ഇറാഖിന്റെ ഭൂരിപക്ഷം ജനതയും ഷിയ വിഭാഗക്കാരാണ്. അതുപോലെ ഇറാനും ഷിയ രാജ്യമാണ്. ഇപ്പോൾ ഈ ഇറാനും ഇറാഖും തമ്മിൽ സൗഹൃദത്തിലാണ്. ഇപ്പോഴും ആ സൗഹൃദത്തിന് കാര്യമായി ഉലച്ചിൽ തട്ടിയിട്ടില്ല. അമേരിക്കൻ സൈന്യമൊക്കെ പുറത്തുപോയി. അവിടുത്തെ ഒരു ഭരണകൂടത്തെക്കുറിച്ച് കാര്യമായി ഒന്നും കേൾക്കുന്നില്ല. ഒരു പരിധിവരെ അതൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഇറാന്റെ വലിയ സ്വാധീന മേഖലയാണ് തൊട്ടടുത്ത രാജ്യമായ ഇറാഖ്. എന്നാൽ സിറിയ അങ്ങനെയല്ല. അടുത്ത സമയം വരെ ബാഷർ അൽ അസദ് എന്ന ഏകാധിപതി ഭരിച്ചിരുന്ന സിറിയ, ബാഷർ അൽ അസദിന്റെ പതനത്തിന് ശേഷം അൽ ജുലാനിയുടെ, അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലെ HTS ആണ്, ഒരു ചെറിയ മിലീഷ്യയാണ്. അത് ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയും ഒരു പരിധിവരെ ഇസ്രയേലും ടർക്കിയും എല്ലാം തന്നെ അവരവരുടേതായ രീതിയിൽ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തത് കൊണ്ടാണ് അസദ് ഭരണകൂടത്തെ മറിച്ചിടാൻ കഴിഞ്ഞത്. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ വിശ്വസ്തനായ ഒരു പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു അസാദിന്റെ പതനത്തോടെ. അസദ് റഷ്യയിലേക്ക് പോയി. അപ്പൊ ഇറാൻ അവിടെ ഒരു പരിധിവരെ മുഖം നഷ്ടപ്പെട്ടു. ഇറാന്റെ മിലിഷ്യകൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു സിറിയയിൽ. അവിടെ നിന്നുകൊണ്ടാണ് ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നത്. മാത്രമല്ല, ലെബനനിലെ ഹിസ്ബുള്ളയെ താങ്ങി നിർത്തിയിരുന്നത് സിറിയയിലൂടെ ലെബനിലേക്ക് കടന്നു വരുന്ന ഇറാനിയൻ ആയുധങ്ങൾ കൂടിയായിരുന്നു. സിറിയയിൽ തന്നെ ഇറാനിയൻ ഫാക്ടറികൾ ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന. അതെല്ലാം ഇപ്പോൾ ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ ആഭ്യന്തര കലഹം അവസാനിച്ച് പുതിയ ഭരണകൂടം വന്നപ്പോൾ ഇസ്രയേല് സിറിയയുടെ ഒരു പ്രദേശം വരെ കയറി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഗോലാൻ ഹൈത്തുകൾ പൂർണ്ണമായി ഇസ്രയേലിന്റെ കൈവശമായി. അത് മാത്രമല്ല, കുറച്ചുകൂടി ഏറിയ പിടിച്ചു, ഒരു ബഫർ സോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തു. അതുകൊണ്ട് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഇസ്രയേലിൻ്റെത് സിറിയയിലേക്ക് കടക്കുന്നു. ഇറാനെ നോക്കി നിൽക്കേണ്ടി വരുന്നു. കാര്യമായി ഇടപെടാൻ സാധിക്കാതെ ഒരവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു ചങ്ങാതിയെ നഷ്ടപ്പെടുന്നു. ഇനി ഇറാന്റെ പ്രോക്സികളായി ആ പ്രദേശത്തുള്ള ഘടകങ്ങൾ, അതാണ് നമ്പർ 1, ഇസ്രായേലുമായി ഇപ്പോൾ സന്ധിയിലെത്തിയ ഹമാസ്. ഹമാസിന്റെ ഉന്നത നേതൃത്വം പോയി കഴിഞ്ഞു.
ഇറാനുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിലുള്ള ഉപാധികൾ പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് മാത്രമല്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും തകർന്നു കഴിഞ്ഞു. അപ്പൊ ഇനി പോസ്റ്റ് വാർ ഗാസയിൽ ഹമാസ് എന്ന ഒരു വിഭാഗം തന്നെ എത്രത്തോളം റെലവെന്റ് ആയി നിൽക്കാൻ കഴിയും? ഹമാസ് എന്ന ആശയമുണ്ടാവും, പക്ഷെ ഹമാസ് എന്ന സംഘടനയ്ക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിലോ അവിടുത്തെ ഭരണത്തിലോ എത്ര പങ്കാളിത്തം ഉണ്ടാകും എന്നറിയില്ല. ഇറാന് ഒന്നും ചെയ്യാനുമാവില്ല നേരിട്ട്. അതുകൊണ്ട് ഇറാൻ അവിടെ നഷ്ടം തന്നെയാണ്. ഇറാന്റെ അതിശക്തമായ അലയായിരുന്നു മറ്റൊരു മിലിഷ്യയായ ഹിസ്ബുള്ള. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തെ ഇസ്രായേൽ വകവരുത്തി. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ കാലയവനിക്കുള്ളിൽ പൊലിഞ്ഞു കഴിഞ്ഞു. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഇതിനു മുൻപ് തന്നെ 2 മാസം മുൻപ് തന്നെ കരാറിൽ ഏർപ്പെട്ടു, വെടിനിർത്തൽ കരാർ. അതുകൊണ്ട് അവിടെ ശാന്തമായി. പക്ഷേ ഹിസ്ബുള്ള ഇസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. ഭാവിയിൽ ഒരുപക്ഷെ ഹിസ്ബുള്ളയെ വളർത്തിയെടുക്കാൻ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇറാൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് കരുതാനാവില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോൾ ഹിസ്ബുള്ളയും ഈ വലിയ ശക്തിക്ക് ഇസ്രായേലും അമേരിക്കയും ഒക്കെ നടത്തിയ ശക്തി പ്രകടനത്തിന് മുന്നിൽ വഴങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അവർക്ക് ഇപ്പോഴും പോരാട്ട വീര്യം അവശേഷിച്ചിട്ടുണ്ട് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യവുമാണ്. ഇനി ഹൂതികളുടെ കാര്യം. അവരും ഒരു ട്രൈബൽ വിഭാഗമാണ്. യമനിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഒരു കടലിടുക്കാണല്ലോ യമൻ. കടലിടുക്ക്, ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ആ ഒരു കടലിടുക്കിലൂടെ അകത്തേക്ക് റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് കയറാനുള്ള കവാടം അവിടെ നിയന്ത്രിക്കുന്നത് ഹൂതി വിമതരാണ്. വിമതർ എന്ന് പറയുന്നത് അവരാണ് ഇപ്പോൾ സന, ക്യാപിറ്റലായ സനയിലെ ഭരണകൂടം. പക്ഷേ പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ അവരെ വിമതർ എന്നാണ് പറയുന്നത്. സൗദി അറേബ്യക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തിയും കൂടിയാണ്. അപ്പൊ സൗദി അറേബ്യയെ ഇറാൻ എക്കാലത്തും എതിർത്തു പോകുന്നു. കാരണം ഇത് ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് ആണ്. സൗദി അറേബ്യ എന്ന സുന്നി രാജ്യം ഷിയ രാജ്യമായ ഇറാനും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല. അപ്പൊ സൗദി താല്പര്യങ്ങൾക്കെതിരെ യമന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഹൂതികളെ ഉപയോഗിക്കുന്നു. ആ ഹൂതികൾ ഇപ്പോഴും പറഞ്ഞു വെച്ചു, അവർ ദുർബലമായി, അവർക്കെതിരെയും ആക്രമണം ഉണ്ടായി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എല്ലാം ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. പക്ഷേ ഹൂതികൾ ഇപ്പോഴും കീഴടങ്ങിയിട്ടൊന്നുമില്ല. അവർ തന്നെയാണ് ഭരണത്തിൽ. പക്ഷേ അവരിനി ഒരു വലിയ സാഹസത്തിന് ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിനെതിരെ. ഇനി അവരങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല, പ്രത്യേകിച്ച് ഡീലായ സ്ഥിതിക്ക് ഇപ്പോൾ. പക്ഷെ പറഞ്ഞു വെച്ചു, ഏതെങ്കിലും കാരണവശാൽ ഈ ഡീലിൽ നിന്നും വ്യവസ്ഥകളിൽ നിന്നും ഇസ്രായേൽ പിന്നോട്ട് പോയാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഹൂതി നേതൃത്വം പറഞ്ഞു വെച്ചു. അത് വെറും വാക്കായി മാത്രമേ ഇപ്പോൾ കരുതാനാവൂ. കാരണം അവരുടെയും പ്രഹരശേഷി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ അനുകൂല മിലീഷ്യകൾക്ക് ഇനി വലിയ ഒരു പ്രഭാവം ഉണ്ടാവില്ല. കാരണം അവിടെയൊക്കെ വന്ന മാറ്റങ്ങളാണ് കാരണം. പിന്നെ എന്താണ് ഇറാന് പ്രതീക്ഷിക്കാനുള്ളത്? ഒരു രാജ്യമുണ്ട്, അത് ചില്ലറ രാജ്യമല്ല, റഷ്യ. റഷ്യയുമായി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ കഴിഞ്ഞ ദിവസം ഒരു കരാറിൽ ഏർപ്പെട്ടു. അത് വലിയ വിപുലമായ ഒരു കരാർ സംവിധാനമാണ്. റഷ്യയുടെ എക്കാലത്തെയും, പ്രത്യേകിച്ച് പോസ്റ്റ് സോവിയറ്റ് റഷ്യയുടെ ഏറ്റവും നല്ല ചങ്ങാതിയാണ് ഇറാൻ. അപ്പൊ ഇറാനും റഷ്യയും തമ്മിലുള്ള അടുപ്പം ഇനിയുള്ള കാലത്തെ കൂടി വരും. 2 രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നത് ഒരു അമേരിക്കയും ഈ മധ്യപൗരസ്യ പ്രദേശത്തെ മറ്റ് ശക്തികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ബാലൻസിങ് ആക്ടർ എന്നുള്ള നിലയിൽ റഷ്യ രംഗത്ത് വരും. ചൈനയുടെ അദൃശ്യമായ പിന്തുണ ഇറാനുണ്ട് എന്ന് സംശയം പറയാം. റഷ്യയും ചൈനയും ഇറാനും എല്ലാം കൂടെ ചേരുമ്പോൾ അമേരിക്കൻ ചേരിക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിന് ഇപ്പോഴും സാധിക്കും. ഇറാനെ എഴുതി തള്ളാനാവില്ല. ലോകത്തെ 2ാമത്തെ വലിയ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുള്ള രാജ്യമാണ്. ഒപ്പക്കിലെ 2ാം സ്ഥാനക്കാര, എണ്ണ പ്രൊഡ്യൂസിങ്ങിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനമുള്ള രാജ്യമാണ്. ഭാവി സാധ്യതയുള്ള രാജ്യമാണ്. അപ്പോഴും ഇറാന്റെ സമ്പദ് വ്യവസ്ഥ താറുമാറാകുന്നതിന്റെ ഒരു പ്രധാന കാരണം എണ്ണ വേണ്ട രീതിയിൽ വിൽക്കാൻ കഴിയുന്നില്ല. ഉപരോധങ്ങളിൽപ്പെട്ട്, പ്രത്യേകിച്ചും അമേരിക്കൻ ഉപരോധത്തിൽപ്പെട്ട് വലഞ്ഞിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണ വിൽപ്പന വലിയൊരു വിഷയമാണ്. അത് മാത്രമല്ല ഇറാന്റെ ആണവ പ്രോഗ്രാം. ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് പവറാണ്. ഏത് നിമിഷവും ആണവ ബോംബ് ഉണ്ടാക്കുന്ന ആ ഒരു വിദ്യയിലേക്ക് കടക്കാവുന്ന രാജ്യമാണ്. 90% യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യ ഇറാനുണ്ട്. ഇനി ഒരു 10% കൂടി ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായ രീതിയിൽ ബോംബുകൾ ഉണ്ടാക്കാൻ ഇറാന് സാധിക്കും. കുറെയൊക്കെ ആ പ്രഹരശേഷി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കുറഞ്ഞു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഇറാനെ അവഗണിക്കാൻ ആവില്ല. പക്ഷെ ഇറാൻ ഒരു വലിയ പരിഭവമുണ്ട്. ഇസ്രായേലിനാകാം ന്യൂക്ലിയർ ആയുധങ്ങൾ രഹസ്യമായി. അവർ ഡിക്ലെയർഡ് പവറല്ല, പക്ഷെ നമുക്കറിയാം വെപ്പൺ ഗ്രേഡ് സമ്പുഷ്ട യുറേനിയം ഉണ്ട്, സാങ്കേതിക വിദ്യയുമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതിനെക്കുറിച്ച് ലോകത്തിന് മിണ്ടാട്ടമില്ല. ദീസ് ന്യൂക്ലിയർ വെപ്പൺസ് ആർ ഇൻ റെസ്പോൺസിബിൾ ഹാൻഡ്സ് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ വിശ്വസിക്കുന്നത്. പക്ഷേ ഇറാന്റെ കാര്യത്തിൽ അങ്ങനല്ല.
ഇറാന്റെ ഭരണകൂടത്തിന്റെ കയ്യിൽ ആണവായുധങ്ങളും ഒരുപക്ഷെ ജൈവായുധങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും സുരക്ഷിതമല്ല. അപ്പൊ നിരന്തരം ആണവോർജ ഏജൻസിയുടെ IAEA ഇൻസ്പെക്ഷൻ ഇറാനിൽ സംഭവിക്കുന്നു. അത് മാത്രമല്ല, ഒരു കരാറിൽ, ആണവ കരാറിൽ അമേരിക്കയും ഇറാനും തമ്മിൽ 2015 ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് എത്തിച്ചേർന്നു. ട്രംപ് അത് ഏകപക്ഷീയമായി 2018 അത് പിന്മാറി ആണവ കരാറിൽ നിന്നും. ഇനി ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നു. എന്താവും ഇറാന്റെ ആണവ പ്രോഗ്രാമിന്റെ ഗതി? അപ്പൊ ഇറാനോട് വിവേചനം കാട്ടുന്ന ലോകം മുഴുവൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭാഗമായി സിറിയയും ഇറാനെയും കൊറിയയും എല്ലാം അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറാൻ എന്ന രാജ്യത്തിന് തലയുയർത്തി നിൽക്കാനാവുമോ? പ്രത്യേകിച്ചും ഈ ഡീല് വരുമ്പോൾ ഇറാൻ ഉണ്ടാകുന്ന ഒരു അലോസരം സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ.